അങ്ങനെ ഇന്നലെ ഒരുങ്ങാൻ പറ്റാത്ത വിഷമമൊക്കെ ഞങ്ങൾ രാവിലെ ദാ ഇവിടെ മൂൺസ് ബ്യൂട്ടി പാർലറിൽ വന്നാട്ടോ തീർത്തത്. അങ്ങനെ വീണ ചേച്ചിയാണ് ഞങ്ങൾക്ക് ഹെയറൊക്കെ സെറ്റ് ചെയ്ത് തന്നത്. ബാക്കിയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടാട്ടോ വന്നത്. സാരിയൊക്കെ ഉടുത്തിട്ടാണ് വന്നത്. ചിഞ്ചുവിൻ്റെ ചുരുണ്ട മുടിയൊക്കെ നിവർത്തിയും എൻ്റെ നിവർന്ന മുടിയൊക്കെ ചുരുട്ടിയുമായിരുന്നു ഞങ്ങളുടെ പരീക്ഷണം. പക്ഷേ എൻ്റെ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീണ ചേച്ചി നല്ല കിടുവായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ ഓഡിറ്റോറിയത്തിൽ വന്നപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു പോയി എന്നാണ് ഞങ്ങൾ വിചാരിച്ചതെങ്കിലും കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. കറക്റ്റ് ടൈമിനാണ് ഞങ്ങൾ എത്തിയത്. ചെറുക്കൻ മണ്ഡപത്തിലോട്ട് കയറുന്നതേ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ അവൻ്റെ മുഖം നോക്കിയപ്പോൾ അവന് നല്ല ടെൻഷനുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ചിരിക്കട വിനോയ്, ചിരിക്കട വിനോയ്, ചിരിക്കട വിനോയ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ഇത് കേൾക്കുമ്പോൾ മാത്രം അവൻ്റെ മുഖത്തൊരു ചെറിയ ചിരി വരുമെങ്കിലും പിന്നെ വീണ്ടും അവൻ്റെ മുഖത്ത് ടെൻഷനാവും. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. നമുക്ക് ഒരുപാട് പരിചയക്കാരൊക്കെ ഉണ്ടാവത്തില്ലേ. എല്ലാവരെയും ഇങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലുള്ള എന്തെങ്കിലും വിശേഷമൊക്കെ വരണം. അങ്ങനെ അമ്മയുടെ തൊട്ടടുത്തിരിക്കുന്ന അമ്മയുടെ ഫ്രണ്ട് വനയ ചേച്ചി ആട്ടോ. അങ്ങനെ അവരൊക്കെ അവിടെ ഇരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ തകർത്ത് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സദ്യ കഴിക്കാനിരുന്നു. ഈ ഫോട്ടോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ FBയും ഇൻസ്റ്റയും ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ എല്ലാവരും തകർത്ത് വെറുപ്പിക്കുന്നുണ്ട് ഈ ഫോട്ടോസൊക്കെ ഇട്ടിട്ട്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. ആ ചെറുക്കനും പെണ്ണും ബൈക്കിലാണ്, അല്ല ബുള്ളറ്റിലാണ് അവർ വീട്ടിലോട്ട് പോയത് കേട്ടോ. ഇവൻ ഒറ്റ വിടലായിരുന്നു. ഇവൻ്റെ പൊടി പോലും കാണാനില്ലായിരുന്നു. ബാക്കിൽ വന്ന് ഞങ്ങളൊന്നും ഇവനെ കണ്ടതും കൂടിയില്ല. അങ്ങനെ അവൻ വീട്ടിലോട്ട് വന്നു. വജിച്ചേച്ചി വിളക്കൊക്കെ കൊടുത്ത് നമ്മുടെ അഖിലയെ വീടിനകത്തോട്ടൊക്കെ കയറ്റി അതിനുശേഷം പാലും പഴവും ഒക്കെ കൊടുത്ത് നമ്മുടെ ചടങ്ങുകളൊക്കെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം വൈകുന്നേരം റിസപ്ഷൻ ഉണ്ട്. അതിന് വേഗം പോയിട്ട് ലുക്കൊക്കെ ചേഞ്ച് ചെയ്ത് വരണമല്ലോ. അങ്ങനെ വൈകുന്നേരത്തെ റിസപ്ഷന് ഞങ്ങൾ വന്നിട്ടുണ്ട്. വീഡിയോസ് എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയി. സത്യമായിട്ടും ഞാൻ മറന്നുപോയതാണേ. ഇങ്ങനെ എല്ലാവരെയും ഇനി ഒരുമിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഇനി അടുത്തൊരു കല്യാണം വരണം. എന്നാൽ മാത്രമേ ഇവരെല്ലാവരെയും ഇതേപോലെ ഒരുമിച്ച് കാണാൻ പറ്റത്തുള്ളൂ. ആ ഒരു ഇതിൽ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ ഞാനങ്ങ് വിട്ടുപോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.